ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുളക് വെച്ചിട്ടുള്ളൊരു പുളിങ്കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണിൽ അരിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിയും പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് എരിവിനനുസരിച്ച് ഓൾറെഡി പച്ചമുളക് ചേർക്കുന്ന കാരണം ഞാൻ ഇവിടെ കാശ്മീരിയുടെ മുളക് ആണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ്. പുളി പിഴിഞ്ഞ് നല്ല അരിച്ചെടുത്തേക്കുന്ന വെള്ളമാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കുറച്ച് ചൂടായ പുളിവെള്ളത്തിലേക്ക് ഞാനിവിടെ എത്തിക്കുന്ന 3 പച്ചമുളകാണ്. നല്ല വലിയ പച്ചമുളക്, ഉള്ളിലെ അരിയൊക്കെ കളഞ്ഞിട്ട് രണ്ടും നടു കഷ്ണങ്ങളായിട്ട് കീറിയ പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഈ പുളി വെള്ളം നന്നായിട്ട് മുളകും പുളിവെള്ളം കൂടെ നന്നായി തിളപ്പിച്ചെടുക്കണം. നമ്മുടെ മുളക് നല്ലപോലെ വേകുന്ന രീതിയിൽ നമ്മളിതിനെ തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മുളകും പുളിവെള്ളവും കൂടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ ആ മുളക് വെന്തിട്ട് അതിൻ്റെ എസൻസൊക്കെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ മുളകും പുളിവെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മസാല ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലേക്ക് ഇടുമ്പോൾ അരി പൊടിച്ചതായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേഗം തന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ടി പിടിച്ച് തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അരി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 2 പീസ് ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഒരു എന്താ പറയുക, പുളിയും എരിവിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് മധുരമൊക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്ക് ലാസ്റ്റ് ഇതിന് കിട്ടുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നമ്മളിട്ട ശർക്കരയൊക്കെ ഇത് മെൽറ്റ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് അടി പിടിക്കാണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ഇത് മുളകിൻ്റെ അകത്തുള്ള എസൻസൊക്കെ ഇറങ്ങി നല്ലൊരു ഫ്ലേവർ വരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മുടെ മുളക് പുളിങ്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിച്ചൊഴിക്കാം. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാനല്ല യൂസ് ചെയ്യുന്നത്. ഒരു ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കുന്നില്ല. ഇത് നമുക്ക് ഒരു 5 ഡേയ്സോളം നമുക്കിത് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കേടായി പോകത്തില്ല, ഫ്രിഡ്ജ് വെച്ചാൽ മതി, കേടായി പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ കൂട്ടാനാണ് ഇഷ്ടമെങ്കിൽ കടുക്